അമ്മൂമ്മ അമ്മൂമ്മ ആര് വന്നേങ്ങളാ നോക്ക്. എന്തുവാടാ? ആ സുരേന്ദ്ര മോനെ നീയോ? നീ വരുന്ന കാര്യം ആരും പറഞ്ഞില്ലല്ലോ. സസ്പെൻസ് എൻട്രി. ഉണ്ടായിരുന്നോ? ചിറ്റപ്പം പുറത്തുനിന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. എടേ ഞാൻ ഒരു വിശേഷം പറഞ്ഞേടേ, ഇനി അതിൽ കയറി തൂങ്ങാതെ. ഞാൻ ഇന്നലെ പടവലത്ത് പോയി, അതുപോലെ ഇങ്ങ് പോന്നു. അല്ല ബാലു പറയുന്നത് പോലെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഇങ്ങനെ നടക്കുന്നു. ആ ഓടുന്നിടത്തോളം ഓടട്ടെ. ആ കനകൂടെ ഉണ്ടായിരുന്നോ? സുഖം തന്നെ? ஓ சௌக்கியமா இருக்கேன் அண்ணா. ആ ഹോട്ടലിന്റെ അടുത്ത് തന്നെ എപ്പോഴും താമസം? ஆமா அண்ணா, 5 மினிட் தான் இருக்கு ஹோட்டலுக்கு. பாலு அண்ணா அண்ணி எப்படி இருக்காங்க? ரொம்ப நாளாச்சு பார்த்துட்டு. ആ നല്ല ഇറക്കാങ്ക. ചിറ്റപ്പൻ എന്തോ കാര്യം പറയാനുണ്ട്, അതാ ഇങ്ങോട്ട് വന്നേ. എന്താ സുരേന്ദ്ര? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാ ഇല്ലാതെ ഇല്ല. എന്റെ ചിറ്റപ്പ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞൂടെ, എന്തിനാണ് വെറുതെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത്? എന്തുവാ സുരേന്ദ്ര, കാര്യം പറഞ്ഞീ. മാമി ഒരു വീട്ടിൽ വന്ന് കയറിയ ഉടനെ കുടുംബ പ്രശ്നം പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നത്. ചിറ്റപ്പന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ അവിടെ സംസാരം നടന്നിട്ടുണ്ടെന്ന്. എന്തോ സംസാരം നടന്നെന്നാ? കയ്യാങ്കളിയായി അറിയാമോ? കയ്യാങ്കളിയാ? கையாங்களியா? எங்க ஊர்ல ஒரு களி இருக்கு, கைகொட்டி களி, ரொம்ப அருமையா இருக்கும். ആന്റി ഇത് ആ കൈകൊട്ടി കളിയല്ല, കയ്യാങ്കളി എന്ന് വെച്ചാ ഫൈറ്റ്, സൺഡേ. சண்டையா? யார் கூட சண்டை போட்டாங்க? പലചരക്കണ്ണ എപ്പ വന്ന്? അമ്മായി എന്ത് പ്രശ്നം? അമ്മായി, ചിറ്റപ്പൻ എന്തോ വലിയ അടിയും വഴക്കും ഉണ്ടാക്കിട്ട് വന്നിരിക്കുക. ആണോ ചേട്ടാ? ആരുമായിട്ട് കലിപ്പായത്? സാധാരണ ചേട്ടാ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോണല്ലോ. എന്തായാലും അടി കൊടുത്തെങ്കിൽ അത് നന്നായി പോയി. കേസായ ആയല്ലേ? ജാമ്യം കിട്ടിയില്ലല്ലേ? അതാണല്ലേ ഇങ്ങോട്ട് വന്നത്? ചേട്ടാ ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ നിക്കണത് സേഫ് അല്ല. ചേട്ടാ മൂവാറ്റുപുഴ പോ, അവിടെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ ചേട്ടാ കട്ടക്ക് സേഫ് ആയിരിക്കും. എന്തോന്നടേ ഇത്? അവിടെ ശല്യം സഹിക്കാൻ വേണം ഇവിടെ വന്നത്, ഇവിടെ അതിന്റെ മേലായല്ല. എന്റെ പൊന്നേട്ടാ, മനസമാധാനമൊക്കെ ഇവിടെ കിട്ടും. ചേട്ടാ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ചേട്ടാ ആരുമായി കൊന്നിട്ടൊന്നും ഇല്ലല്ലോ അല്ല ചേട്ടാ? എത്ര പേരുണ്ടായിരുന്നു? അമ്മായി அண்ணா நான் ஒரு ஐடியா சொல்லட்டா? எங்க ஒரு மதுரைக்கு வாங்க, அங்க நிறைய பேர் இருப்பாங்க. யாராச்சும் வந்தா நம்ம சண்டை போடலாம். நீங்க விஜய் படம் எல்லாம் பார்த்திருக்கீங்க தானே? சண்டையா போடலாம். நீங்க வாங்க. എടാ കേശു, ഇത് എന്തോന്ന് പറഞ്ഞു എവിടെ കയറി പോണത്? അടി കിട്ടിയ ഞാനിപ്പോ പ്രതിയായ? ചിറ്റപ്പനെ അടിച്ചാ? ആരായിട്ടപ്പോ ചിറ്റപ്പനെ അടിച്ചേ? ബാ നമുക്ക് പോയി ചോദിക്കാം, തിരിച്ചടിക്കാം. കേശു നീ എന്താ നോക്കിക്കൊണ്ടിരിക്കണേ? ചിലവൻ പറയട്ടെ മാറുന്നു, അവിടെ ചെന്ന് അടിച്ചിരിക്കും. പോടാ പോ, നിന്റെ അച്ഛനാണ് അടിച്ചത്, നിന്റെ അച്ഛൻ. കലിച്ചിറക്കുന്നുണ്ട. ഒരു 1.5 മാസം പിടിക്കൂടെ മാറേ, കനത്തിനുണ്ട്. ഇതല്ല പോ, പോ. എടാ നീ അല്ലാതെ ആരെങ്കിലും അവനോട് വഴക്കൂടാൻ പോവോ? ചിറ്റപ്പ തമാശക്ക് അടിച്ചാണോ സീരിയസ്ലി അടിച്ചാണോ? തമാശക്കാരെങ്ങനെ കരണ കുറ്റി അടിച്ച് പൊട്ടിക്കോ വെച്ചാ? ഒന്ന് കേറിയപ്പോ പോലെ തുടങ്ങിയാണ് കളിയാക്കളി. മുണ്ടി പോരുത്. മാമി എന്തോ? എനിക്ക് വിശക്കണോ? വല്ലതും തരണം. മാവിരിപ്പുണ്ട്, ദോശ ഉണ്ടാക്കി തരട്ടെ? ആ ദോശയെങ്കിൽ ദോശ. ചിറ്റപ്പ എന്തു മക്കളെ? പട്ടിണി കിടന്ന് മരിച്ചാല് ഹോട്ടലിൽ നിന്ന് അടിക്കരുത്, പൈസ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.